ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി മലയാളികളുടെ ഇഷ്ട ബ്രേക്ക്ഫാസ്റ്റായ ഇടിയപ്പവും കടലക്കറിയാണ്. നമുക്ക് ആദ്യം കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 മണിക്കൂറെങ്കിലും കടല കുതിർത്ത് വെക്കണേ. ഇനി നമുക്ക് കടല നന്നായി കഴുകി അത് ഒരു കുക്കർ എടുത്ത് അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 6 വിസിലടുപ്പിക്കണം. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 3 സ്പൂൺ കടലയെടുത്ത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചു വെക്കാം. ഇത് നമുക്ക് കറിയിൽ ചേർക്കാനാണ്. ഇനി നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞതും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ വെച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുന്ന സമയം 2 പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് സവാള കൂടെ ചേർത്ത് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണേ. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോയും ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ആക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളെ വേവിച്ച കടല ചേർത്ത് മിക്സിയിൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇല്ലേ, അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിപ്പോൾ കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിക്കാവേ. ഈ ടൈമിൽ ഈ കടല മിക്സിയിൽ അരച്ച് ചേർക്കുന്നത് കറിക്ക് കുറച്ചൊന്ന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അത് നമ്മളെ കറിക്ക് ടേസ്റ്റ് കൂട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. മസാലയൊക്കെ കറിയിൽ നല്ലോണം ഒന്ന് പിടിക്കണ്ടേ. കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ച് കുറച്ച് മല്ലിയിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി കടലക്കറി റെഡിയായ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഇടിയപ്പം കൂടെ തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മുടെ മാവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ആവശ്യത്തിന് ഇടിയപ്പം പൊടിയെടുത്ത് അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് പരമാവധി നമുക്ക് എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇത് നമുക്ക് തണിഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്നിപ്പം മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകാൻ പാടില്ല. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് കുഴക്കുന്ന സമയത്ത് നമുക്ക് കുറവാണെന്ന് തോന്നിയാൽ വേണമെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം ചേർത്താൽ മതി. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഇടിയപ്പം പ്രസ് എടുത്ത് അതിലേക്ക് ഈ മാവ് നിറച്ച് ഒരു ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് തേങ്ങയിട്ട് അതിലേക്ക് നമുക്ക് ഇടിയപ്പം പ്രസ് ചെയ്തെടുക്കണം.
ഇനി ആവിയിൽ വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചാൽ നല്ല സൂപ്പർ ഇടിയപ്പം റെഡിയാണ്. ഇവ രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.